നമസ്കാരം. ഉള്ളത് പറഞ്ഞാൽ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ഇണ്ടനമ്മാവനെ ഓർമ്മയുണ്ടാവും. ഇടങ്കാലിലെ ചെളി വലങ്കാലുകൊണ്ടും വലങ്കാലിലെ ചെളി ഇടങ്കാലുകൊണ്ടും തുടയ്ക്കുന്ന ഇണ്ടനമ്മാവൻ. അമ്മാവൻ്റെ തിരുവവതാരങ്ങൾ ഇപ്പോൾ നാൾതോറും പെരുകുകയാണ്. സ്ഥാനാർത്ഥി ലിസ്റ്റ് എന്ന കീറാമുട്ടിയുമായി സുധീരൻ പ്രസിഡന്റും ചെന്നിത്തല മന്ത്രിയും ശ്രീമാൻ ചാണ്ടി മുഖ്യനും കൂടി ദില്ലിക്ക് പോയി. മുട്ടിയിട്ട് അവിടെ തട്ടിക്കളിച്ചു. ഇടയ്ക്ക് രാഹുൽ പുത്രനും കളിയിൽ പങ്കാളിയായി. ഒടുവിൽ അമ്മ സോണിയാജിയുടെ മുന്നിൽ മുട്ടിയെത്തി. വെട്ടും തോറും മുറികൂടുന്ന ലിസ്റ്റ്. അല്ല, നമ്മൾ വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത്. വളരെ ശുഭകാര്യങ്ങൾ നടക്കട്ടെ എന്ന് പ്രത്യാശയോടുകൂടി നമുക്ക് കാണാം. ലോ കമാൻഡ് എന്ന ഹൈക്കമാൻഡ് 18 അടവ് നോക്കി ഒരു പരുവത്തിലെത്തിച്ചു. അന്തിമ തീരുമാനം ഉണ്ടാകുന്നത് കോൺഗ്രസ് പ്രസിഡന്റ് അധ്യക്ഷതയിൽ കൂടുന്ന വെച്ചാണ്. എന്ത് ചെയ്യാനാണ് സാർ? ഇതൊരു ജനാധിപത്യ പാർട്ടിയായി പോയില്ലേ? ഹൈക്കമാൻഡ് ആർക്കും വഴങ്ങുകയല്ല. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട ശേഷം അവര് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുകയാണ് ചെയ്യുക. എല്ലാവരും ഭൈമീ കാമുകർ. എല്ലാവർക്കും വേണം സീറ്റ്. ആകെ 140 എണ്ണമേയുള്ളൂ. ഘടകന്മാർക്ക് വീതിച്ച് കഴിഞ്ഞതിൻ്റെ ബാക്കിക്കായുള്ള കടിപിടി. യാതൊരുവിധ ആരോപണങ്ങൾക്കും വിധേയനാവാത്ത ഒരാൾ ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെ മറികടന്ന് എന്തിനു വേണ്ടിയാണ് ഈ സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നെന്നുള്ളത് ഞങ്ങളും മേൽ കമ്മിറ്റിയോട് ചോദിക്കുന്ന ചോദ്യമാണ്. ജയിച്ചു വരുമ്പോൾ ആര് നേതാവാകും എന്നതാണ് യഥാർത്ഥ പ്രശ്നം. ഗ്രൂപ്പ് ബലത്തിന് ചോർച്ച വന്നാൽ നേതൃസ്ഥാനം തെറിക്കും. അതുകൊണ്ട് സ്വന്തം അനുഭാവികളെ തിരികെ കയറ്റുക എന്നത് തന്നെയാണ് ഗ്രൂപ്പ് മാനേജർമാരുടെ ഉന്നം. ഇതിനിടയിൽ 2 ഗ്രൂപ്പിൽ നിന്നും പ്രബലന്മാരെ എറിഞ്ഞു വീഴ്ത്തുക. അതാണ് സുധീരൻ പ്രസിഡന്റ് ചെയ്യുന്നത്. ആ KPCC പ്രസിഡന്റ് ഈ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി, പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പ്രസിഡന്റാണ്. അതുകൊണ്ട് ചാണ്ടി മുഖ്യന്റെയും ചെന്നി മന്ത്രിയുടെയും ഉറ്റ അനുയായികളുടെ ഇടങ്കാലിലെയും വലങ്കാലിലെയും ചെളി ചൂണ്ടി സുധീരൻ പ്രസിഡന്റ് പോരാട്ടാടി. നിലപാടിൽ മാറ്റം വരുത്തേണ്ട കാര്യവും ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ താൻ തന്നെ അങ്ങ് മാറി നിന്നേക്കാം എന്നായത്രേ ചാണ്ടി മുഖ്യൻ. ഇതൊന്നും പറയാനില്ല. എങ്ങനെ? അല്ല, ഒരാഴ്ച ഡൽഹി ചർച്ച ഉണ്ടായിരുന്നു. ചർച്ചയെല്ലാം പൂർത്തിയാക്കി. ഇന്ന് ലിസ്റ്റ് വരും. ഇന്ന് ലിസ്റ്റ് വരും. ഇന്ന് ലിസ്റ്റ് വരും. ഇന്ന് ലിസ്റ്റ് വരും. ആരുമായിട്ട് എന്ത് ചർച്ച? എന്ന വഴി ലിസ്റ്റ് വന്നു കഴിഞ്ഞ് ഞാൻ പ്രതികരിക്കും. ഇതാണ് സർ ആശ്രിത വാത്സല്യം, കെ കരുണാകരൻ ശൈലി. ഞാൻ എപ്പോഴും ചിരിച്ചോണ്ടാണ് പ്രവർത്തകരെ സമീപിക്കുന്നതും നിവേദകരെ കാണുന്നതും മാധ്യമങ്ങളെ സമീപിക്കുന്നതല്ല. സിൽബന്ധികൾക്ക് വേണ്ടി എന്തും ചെയ്യും, ഏതറ്റം വരെയും പോകും. അതുകൊണ്ട് കാലാളുകളെ തൊട്ടാൽ വിവരമറിയും. കാലാളെന്നാൽ താൻ തന്നെയാണ്. സുധീരൻ പ്രസിഡന്റ് ഉന്നം പിടിച്ചതും അത് തന്നെയാണ്. കാലാളുകളെ വെട്ടി ഗ്രൂപ്പ് നേതാവിന് ചെക്ക് വയ്ക്കുക, ഒടുവിൽ സ്വയം രാജാവാകുക. ചെന്നി മന്ത്രിയുടെ കാര്യമോ? തൻ്റെ ആളുകളെ പരമാവധി തിരികെ കയറ്റണം. അങ്ങനെ തനിക്കും കിട്ടണം മുഖ്യൻ്റെ സ്ഥാനം. വാസ്തവത്തിൽ പ്രകാശ് മന്ത്രി ചെന്നി മന്ത്രിയുടെ ഗ്രൂപ്പിലാണ് മന്ത്രിയായത്. പക്ഷേ അദ്ദേഹത്തിന് കാവലാളായി നിന്നതോ മന്ത്രി മുഖ്യൻ. അതാണ് ചെന്നി മന്ത്രിയുടെ തന്ത്രം. ഇടങ്കാലിലെ ചെളി വലങ്കാലുകൊണ്ടും വലങ്കാലിലെ ചെളി ഇടങ്കാലുകൊണ്ടും തുടയ്ക്കൽ. ഭൂദാനത്തിന് കീർത്തികെട്ട മന്ത്രിയാണ് പ്രകാശ് മന്ത്രി. ഇറക്കിയ പല ഉത്തരവുകളും മന്ത്രി തൻ്റെ ഭരണ നൈപുണ്യത്താൽ പിൻവലിച്ചു. പക്ഷേ
പിൻവലിച്ചാലും അതിനെതിരെ അന്വേഷണം വേണമെന്ന് വിജിലൻസ് കോടതി പറഞ്ഞു. കൈകൾ ശുദ്ധം, ഖദറിൽ ചെളിയില്ല, തന്നെ കാട്ടുകള്ളനെന്ന് വിശേഷിപ്പിച്ചവർ സത്യം തിരിച്ചറിയും. അടൂർ പ്രകാശ് കാട്ടുകള്ളൻ ആണ് എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ എന്നെ അങ്ങനെ പറഞ്ഞിട്ടുള്ളവരും എനിക്കെതിരെ അങ്ങനെ പറയാൻ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അവസരം ഒരുക്കിയിട്ടുള്ളവരും ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെ സത്യാവസ്ഥ പൂർണ്ണമായും അറിയും. സന്തോഷ് മാധവന്റെ പേരിൽ വിവാദമായ ഭൂമി വിഷയം തൻ്റെ തീരുമാനം അല്ലത്രേ. വ്യവസായ വകുപ്പിന് വേണ്ടിയായിരുന്നത്രേ ഉത്തരവ്. അപ്പോൾ മന്ത്രി തന്നെ സമ്മതിക്കുന്നു സംഗതികളെല്ലാം മൊത്തത്തിലുള്ള ഒത്തുതീർപ്പാണെന്ന്. ഒരു സംശയം, തൻ്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ പിന്നെ എന്തിനായിരുന്നു വിജിലൻസ് അന്വേഷണം സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതിക്ക് പോയത് കൊണ്ട് എന്തു പറ്റി? ഹൈക്കോടതി പറഞ്ഞു അന്വേഷണമാകാം. അങ്ങനെ ഹൈക്കോടതി പറഞ്ഞപ്പോഴും ചാണ്ടിമുഖ്യന് പ്രിയങ്കരനാണ് പ്രകാശ് മന്ത്രി. അടൂർ പ്രകാശ് എന്റെ മന്ത്രിസഭയിലെ ഒരു അംഗമാണ്. അടൂർ പ്രകാശ് കോൺഗ്രസിന്റെ ഒരു സമുന്നതനായ നേതാവാണ്. ഇതാണ് ഗ്രൂപ്പ് മറന്നുള്ള കോൺഗ്രസിലെ ഐക്യം. വാസ്തവത്തിൽ മന്ത്രിമുഖ്യന് മത്സരിക്കാമെങ്കിൽ കൂടെയുള്ള മന്ത്രിമാർക്ക് മത്സരിക്കുന്നതിൽ എന്താണ് തടസ്സം? മന്ത്രിമുഖ്യൻ മത്സരിക്കരുത് എന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടാൻ സുധീരൻ പ്രസിഡന്റിന്റെ ആദർശം അനുവദിക്കുന്നില്ല. ഇടങ്കാലിലെ ചെളി വലങ്കാലിലായാലും വലങ്കാലിലെ ചെളി ഇടങ്കാലിലായാലും ചെളി തന്നെയാണെന്ന് സുധീരൻ പ്രസിഡന്റ് എന്നാണാവോ തിരിച്ചറിയുക? സുധീരൻ പ്രസിഡന്റിന്റെ ആദർശ കളിക്ക് പിന്നിൽ അറയ്ക്കൽ പറമ്പിൽ കുര്യൻ ആന്റണി എന്ന ഹൈക്കമാൻഡ് ഉണ്ടെന്നാണ് കൊട്ടാരം വൃത്തങ്ങൾ പറയുന്നത്. നടക്കുന്ന കഥയെല്ലാം കുഴച്ചക്ക, നടക്കാത്ത കഥയെല്ലാം വരിക്കച്ചക്ക എന്ന മട്ടിൽ തലയിൽ തൊപ്പിയും വെച്ചിരിക്കുന്ന അറയ്ക്കൽ പറമ്പിൽ തന്നെ ഈ കഥയിൽ നായകനാകണം. രണ്ടാം UPA സർക്കാരിൽ മൗനി ബാബ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കീഴിൽ മറ്റൊരു മൗനി ബാബയായിരുന്ന മഹത് വ്യക്തിയാണ് മേപ്പടിയാൻ. എന്തായിരുന്നു ആ സർക്കാരിൻ്റെ മുഖമുദ്ര? മറ്റൊന്നുമല്ല, അഴിമതി തന്നെ. 2G സ്പെക്ട്രം, കൽക്കരി കുംഭകോണം തുടങ്ങി എത്ര അഴിമതികൾ. അതിൽ ജനം മടുത്തു. അങ്ങനെയായിരുന്നു ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മോഡിജിയുടെ രഥമുരുണ്ടത്, പാർലമെന്റിന്റെ പടിയിൽ കമിഴ്ന്ന് കിടന്ന് കരഞ്ഞത്. വാസ്തവത്തിൽ ഈ കരച്ചിലിൻ്റെ കർമ്മികളിൽ ഒരാളായിരുന്നു ആന്റണിജി. അദ്ദേഹം തന്നെ ഇപ്പോൾ സുധീരനെ മുൻനിർത്തി അഴിമതിക്കാരെ തുരത്തുന്നു. സുധീരനോ ഉമ്മൻചാണ്ടിയെ നേരിട്ട് തൊടാതെ നിഴൽക്കുത്ത് നടത്തുന്നു. ആദർശത്തിൻ്റെ കപട നാടകങ്ങൾ, ഇടങ്കാലിലെ ചെളി വലങ്കാലിലും വലങ്കാലിലെ ചെളി ഇടങ്കാലിലും ചവിട്ടി നടത്തുന്ന നാടകം കളി. ആദർശത്തെക്കുറിച്ചും പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചുമൊക്കെ ചില കൂട്ടർ വാതോരാതെ സംസാരിക്കും. ജനനന്മയാണ് എല്ലാവരുടെയും ലക്ഷ്യം. അതുകൊണ്ട് അഴിമതിക്കാരെ ഉപേക്ഷിക്കും. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ PC ജോർജ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരിക്കും. പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റില്ലെങ്കിലോ അതുവരെ പറഞ്ഞ മുദ്രാവാക്യങ്ങളൊക്കെ അങ്ങ് വിഴുങ്ങും. LDF CPM-ലെ ഏതോ ഒരു വിഭാഗം എന്നെ ചതിച്ചു. ജോർജ് പറയുന്നത് അവിടുത്തെ പാർട്ടി അദ്ദേഹത്തിനോടൊപ്പമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അത് വസ്തുതാപരമല്ല എന്നിപ്പോൾ തെളിഞ്ഞിട്ടുണ്ടല്ലോ. ഇതാണ് സർ രാഷ്ട്രീയം. തനിക്കും തൻ്റെ പാർട്ടിക്കും സീറ്റുണ്ടെങ്കിൽ സീറ്റ് തന്നവർ നല്ലവർ, ഇല്ലെങ്കിലോ മോശക്കാർ. വിജയസാധ്യതയുള്ള ഒരു സീറ്റ് പോലും മത്സരിക്കാൻ പാർട്ടിക്ക് ലഭിച്ചില്ല എന്നത് ഖേദകരമായ ഒരവസ്ഥയാണ് എന്ന് പൊതുവെ വിലയിരുത്തലുണ്ടായി. വാസ്തവത്തിൽ 4ഉം 3ഉം 7 പേരുള്ള ഈർക്കിൽ പാർട്ടികളെ ജനം എടുത്ത് ദൂരെ കളയും. അത്തരക്കാരെ മുന്നണികൾ യഥാർത്ഥത്തിൽ എന്തിനാണ് ചുമക്കുന്നത്? എങ്ങനെയും അധികാരത്തിൻ്റെ കൊമ്പിൽ കയറണം. പക്ഷേ കൊമ്പായ കൊമ്പെല്ലാം നിലം പൊത്തി വീണിട്ടും പിന്നെയും കൊമ്പിൽ തന്നെ കയറാൻ മോഹം. ജോണി നെല്ലൂരിൻ്റെ കാര്യം തന്നെ എടുക്കാം.
പണ്ട് വലിയ തഴമ്പുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഇപ്പോഴും ആനപ്പുറത്ത് കയറണമത്രേ. മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ച് അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വാസ്തവത്തിൽ ഇത്തരമൊരു പാർട്ടിക്ക് പിറവം സീറ്റ് തന്നെ അധികമാണ്. അതും ഒരു സഭയെ ഭയന്നിട്ടാണത്രേ നൽകിയിട്ടുള്ളത്. അധികാരത്തിൽ 5 വർഷമിരുന്ന് അതിൻ്റെ സുഖ സൗകര്യങ്ങളെല്ലാം അനുഭവിച്ച ശേഷം സീറ്റില്ലാതെ വന്നപ്പോൾ മറുകണ്ഠം ചാടുക. 23 വർഷം ചെയർമാനായി ഞാൻ പ്രവർത്തിച്ച പാർട്ടി കഴിവുകെട്ട ഒരു ചെയർമാൻ ആ പാർട്ടിക്ക് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് ആ പാർട്ടിയുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് ബുദ്ധിമുട്ടാകും എന്നുള്ള സത്യസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ആ പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനം വളരെ വ്യസനത്തോടു കൂടി രാജിവെക്കുന്നു. ഇവിടെ ഒരേ ഒരു രാഷ്ട്രീയമേ ഉള്ളൂ, നമുക്കും കിട്ടണം സീറ്റ്. നമ്മുടെ കോൺഗ്രസ്സുകാർക്ക് സ്ത്രീകളോട് വല്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടികയിൽ അവർക്ക് മേൽക്കൈ നൽകണം. മാത്രമല്ല പാർട്ടി പ്രസിഡന്റ് ഒരു സ്ത്രീയാണല്ലോ. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ 25% വനിതകൾക്കായി നീക്കിവെക്കണമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തോടും അതുപോലെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തോടും സംസ്ഥാനത്തെ മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. ശരി, അതുകൊണ്ട് സീറ്റുകൾ നൽകി. എവിടൊക്കെ? 8 നിലയിൽ പൊട്ടുന്ന മണ്ഡലങ്ങളിൽ. എന്നിട്ടും തങ്ങൾ വനിതകളെ പ്രോത്സാഹിപ്പിച്ചോ? തീർച്ചയായും. ഇതിനെയാണ് നിർത്തിത്തോൽപ്പിക്കൽ എന്ന് പറയുന്നത്. സ്ത്രീ സ്ഥാനാർത്ഥികളെ ഇങ്ങനെ കഴിഞ്ഞ വട്ടം സ്നേഹിച്ചതിൻ്റെ ഫലമായി എത്ര പേർ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും പേരിൽ നിയമസഭയിൽ ഉണ്ടായിരുന്നു? ഒരേ ഒരാൾ. അവർ മന്ത്രിയുമായി. അവരെ പുകയ്ക്കാൻ ഇത്തവണ അനുയായികൾ എന്തു ചെയ്തു? ഗോബാക്ക് വിളിച്ച് പോസ്റ്റർ പതിച്ചു. പോസ്റ്ററിൽ പറഞ്ഞതെന്തെന്നോ? ജയലക്ഷ്മി മന്ത്രി RSSനെ വളർത്തുകയാണ്. കോൺഗ്രസും RSSും തമ്മിൽ ചർച്ചയുണ്ടെന്ന് ഇതിൽ പരം തെളിവ് മറ്റെന്ത് വേണം? പക്ഷേ രാത്രിയിൽ പോസ്റ്റർ പതിച്ചവരെ പകൽ സസ്പെൻഡ് ചെയ്തു. ഇതാണ് കോൺഗ്രസിലെ പാരസ്പര്യം. കാൽക്കള്ളം, അരക്കള്ളം, മുക്കാൽ കള്ളം, മുഴുക്കള്ളം. ഇനി ഒരിടവേള. ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപിക്കും ശ്രീശാന്തിനും സംഭവിക്കുന്നത്. വ്യാജ പ്രതിച്ഛായകൾ സൃഷ്ടിച്ച് വിജയിക്കുക എന്ന തന്ത്രമാണ് BJP ഇവിടെയും പയറ്റുന്നത്. നവമാധ്യമങ്ങളിൽ സെലിബ്രിറ്റികളുടെ അക്കൗണ്ട് തുറക്കുക, അവരുടെ പല പോസിലുള്ള ഫോട്ടോകൾ നൽകുക, എന്നിട്ട് ഞങ്ങൾ BJPയെ പിന്തുണയ്ക്കുന്നു എന്ന പോസ്റ്റ് ഇടുക. സാക്ഷാൽ ബാലചന്ദ്ര മേനോൻ മുതൽ നീരജ് മാധവ് എന്ന ചെറുനടനു വരെ വ്യാജ പതിപ്പുകൾ. ഇതെല്ലാം സൃഷ്ടിച്ചത് ഇടതുപക്ഷക്കാരോ UDFകാരോ ആണെന്ന് ജനം വിശ്വസിക്കില്ല. ബാലചന്ദ്ര മേനോൻ സത്യം തുറന്നു പറഞ്ഞു. പറയട്ടെ, അതെല്ലാം വ്യാജമാണ്. പിന്നെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ തന്നെ മരിച്ചു എന്ന് പലതവണ വാട്സാപ്പിൽ തന്നെ വായിച്ച് ശീലിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സന്ദേശങ്ങളിലെ അന്തസാരമില്ലായ്മ വളരെ വ്യക്തമായിട്ട് നിസ്സാരമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ഇന്ന് വരെ എൻ്റെ രാഷ്ട്രീയമായ നയം വ്യക്തമാക്കിയിട്ടില്ല. പൃഥ്വിരാജും പറഞ്ഞു തനിക്ക് ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് അറിയില്ല. നീരജും പറഞ്ഞു താൻ കുറച്ച് സിനിമകളൊക്കെ ചെയ്ത് കഴിഞ്ഞു പോകട്ടെ എന്ന്. വല്ലാത്തൊരു ഗതികേട് തന്നെയല്ലേ ഇത്തരത്തിൽ വ്യാജ അക്കൗണ്ടുകളും വ്യാജ പോസ്റ്റുകളും സൃഷ്ടിക്കുന്നത്. സുരേഷ് ഗോപിക്ക് NFDC ചെയർമാൻ സ്ഥാനം നൽകാം എന്ന് പറഞ്ഞ് പറ്റിച്ചവർ. ഇനിയൊരു പറ്റിപ്പിന് താനില്ലെന്ന് തിരിച്ചറിഞ്ഞ് സുരേഷ് ഗോപി മത്സരത്തിൽ തന്നെ ഇല്ല. അതായത് തോൽക്കുന്ന മത്സരത്തിന് എന്തിനിറങ്ങണം? പിന്നെ ആകെ ചെയ്യാവുന്നത് പ്രചാരണം. അതിനെ താരപ്രചാരണം എന്നാക്കി പാർട്ടി സംഘം. വളരണം ഈ നാട്, തുടരണം ഈ ഭരണം എന്ന് പറയുന്ന ആ തലവാചകം തിരുത്തി അവർ തന്നെ വായിക്കുന്നുണ്ട്. തളരണം ഈ നാട്, ഇല്ലെങ്കിൽ വളരണം ഈ നാട്, തുലയണം ഈ ഭരണം. അങ്ങനെ തിരുത്തി ജനങ്ങൾ വായിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രാഷ്ട്രീയ അന്തരീക്ഷവും തെരഞ്ഞെടുപ്പ് അന്തരീക്ഷവും
കലങ്ങി മറിഞ്ഞ് ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴാണ് ക്രിക്കറ്റർ ശ്രീശാന്തിൻ്റെ വരവ്. തീർച്ചയായിട്ടും എഡ്യൂക്കേഷൻ പ്ലസ് യൂത്ത് ആണ്. അപ്പം എന്തായാലും ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ആണ്, ഇൻഫാക്ട് സെക്കൻഡ്. അപ്പോൾ തിരുവനന്തപുരത്ത് ആദ്യത്തെ ദിവസമാണ്. അപ്പം വീണ്ടും ഒരു ഫ്രഷ് സ്റ്റാർട്ടിന് വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും കൂടെയുണ്ട്, എല്ലാ കോൺഫറൻസ് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്, നല്ല സപ്പോർട്ടും ഉണ്ട്. അപ്പം നല്ല തുടക്കം തന്നെ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തുദ്ദേശിച്ചാണ് ഈ വരവെന്നറിയില്ല. തോൽക്കാൻ വേണ്ടി കളിക്കളത്തിൽ ഇറങ്ങുന്നയാളല്ല ശ്രീ. പക്ഷേ ഇവിടെ തോൽക്കുമെന്നറിഞ്ഞിട്ടും മത്സരിക്കുന്നു. രാഷ്ട്രീയം ചുക്കാണോ ചുണ്ണാമ്പാണോ എന്ന് ഇദ്ദേഹത്തിന് അറിയാമോ എന്തോ. അല്ലെങ്കിൽ കള്ളക്കളികൾക്കും ഒത്തുകളികൾക്കും പേര് കേട്ട ക്രിക്കറ്റിലെ കളികൾ മതിയാകും രാഷ്ട്രീയത്തിലും എന്ന് മേപ്പടിയാൻ കരുതുന്നുണ്ടാകും. ഒരു കാര്യം ഉറപ്പാണ്, ശ്രീശാന്തിനല്ല BJPയെ ആവശ്യം, BJPക്കാണ്. അതുകൊണ്ടാണ് മോദിജിയും അമിത്ഷാജിയും ശ്രീശാന്തിനെ നേരിട്ട് കണ്ടത്, തിരുവനന്തപുരത്തേക്ക് ഇറക്കി വിട്ടത്. ഒരന്താരാഷ്ട്ര ക്രിക്കറ്ററെ രാഷ്ട്രീയമായി തങ്ങൾക്കൊപ്പം കൂട്ടിയാൽ മറ്റിടങ്ങളിലും പ്രചാരകനാക്കാം. പിന്നെ ശ്രീശാന്തിനാണെങ്കിൽ നാളെ ചിലപ്പോൾ രാജ്യസഭ കിട്ടിയെന്ന് വരും, ചിലപ്പോൾ മന്ത്രിയും ആയെന്ന് വരും. അതുമല്ലെങ്കിൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പല പല അധികാര സ്ഥാനങ്ങൾ. അല്ലാതെ ഒരെMLA ആകാൻ ഉദ്ദേശിച്ചല്ല സത്യത്തിൽ ശ്രീശാന്തിൻ്റെ വരവ്. ഇതിനെയാണ് ബെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്നത്. ഇനി ഇടവേളയ്ക്ക് ശേഷം നടൻ ജഗദീഷിൻ്റെ വാക്കും പഴയ ചാക്കും രഞ്ജി പണിക്കരും. നടൻ ജഗദീഷ് പത്തനാപുരത്ത് മത്സരിക്കും എന്നുറപ്പായി. സിദ്ദിഖിനെ അരൂരിൽ പറ്റിച്ചു കളഞ്ഞു. ജഗദീഷ് നിയമസഭയിലേക്ക് അംഗത്തിനിറങ്ങിയപ്പോൾ പണ്ടൊരിക്കൽ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടാകുമോ ആവോ. താൻ ഒരിക്കലും നിയമസഭയിലേക്ക് മത്സരിക്കില്ല, തനിക്കാഗ്രഹം ലോക്സഭയാണ്, അവിടെ ചെന്ന് ഹിന്ദിയിൽ പ്രസംഗിക്കണം. ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ, പാർലമെന്റിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രസംഗിക്കുന്നതൊക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷേ അത് മെറ്റീരിയലൈസ് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി അല്ല എന്നുള്ളത് മറ്റാരെക്കാളും ബ്രിട്ടാസിന് അറിയാം. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാധ്യമങ്ങളെല്ലാം, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, എല്ലാ മാധ്യമങ്ങളും എന്നോട് വന്നാണ് ചോദിക്കുന്നത്, എന്താണ് മത്സരിക്കാൻ പോകുന്നു എന്ന് കേട്ടല്ലോ. ഞാൻ അങ്ങോട്ട് പോയി ഇന്റർവ്യൂ കൊടുത്തല്ല. ഈ പറഞ്ഞ കക്ഷിയാണ് ഇപ്പോൾ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. വാക്കും പ്രവൃത്തിയും ഇങ്ങനെ മാറ്റുന്ന ജഗദീഷിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് എല്ലാവിധ ആശംസയും. പത്തനാപുരം, പട്ടാഴി വടക്കേക്കര, പിറവന്തൂർ, തലവൂർ, വിളക്കുടി, മേലില, വെട്ടിക്കവല എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് പത്തനാപുരം മണ്ഡലം. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെട്ടിക്കവല പഞ്ചായത്തിൽ മാത്രമാണ് UDFന് ഭരണമുള്ളത്. മറ്റെല്ലാ പഞ്ചായത്തിലും LDF. എന്തുകൊണ്ടാണ് സീറ്റ് ജഗദീഷിന് കോൺഗ്രസുകാർ നൽകിയതെന്നത് വ്യക്തമല്ലേ. സംവിധായകനും നടനുമായ രഞ്ജി പണിക്കരുടെ വാക്കുകൾ ശ്രദ്ധിക്കണം. 2 മുന്നണികളെ താരാട്ടിക്കഴിഞ്ഞുപോയ തെരഞ്ഞെടുപ്പുകൾക്കപ്പുറം കൃത്യമായി രാഷ്ട്രീയ തീരുമാനം ഇത്തവണ കേരളത്തിന് എടുത്തേ തീരൂ. എപ്പോഴും മാർജിനലായി നിൽക്കുന്ന വോട്ടർമാരാണ് ജനാധിപത്യത്തെ വിജയിപ്പിക്കുന്നത്. ഇത്തവണയും അവർ തന്നെയാകും താരങ്ങൾ. അവരുടെ ജാഗ്രതയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ ചരിത്ര സംഭവമാക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം ഉള്ളത് പറഞ്ഞാൽ @kairalitv.in. ഉള്ളത് പറഞ്ഞാൽ ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം